പട്ടാമ്പി പോലീസ് സ്റ്റേഷനിലെ കിണറിലെ വെള്ളം മലിനമായതുമായി ബന്ധപ്പെട്ട് സംയുക്ത പരിശോധന നടത്താൻ മുഹമ്മദ് മുഹസിൻ എം.എൽ.എ നിർദ്ദേശം നൽകി. അഴുക്കുചാലിലെ മലിനജലം കിണറിലേക്ക് എത്തിയതാണോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പരിശോധിക്കുക. പട്ടാമ്പി നഗരഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്ന പോലീസ് സ്റ്റേഷന്റെ വളപ്പിലെ കിണറിൽ നിന്നും ദുർഗന്ധവും വെള്ളത്തിന് നിറം മാറ്റവും അനുഭവപ്പെട്ടതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് വെള്ളത്തിൽ അനിയന്ത്രിതമായി കോളിഫോം ബാക്ടീരിയ കണ്ടെത്തിയത്. റോഡ് നവീകരണത്തിന്റെ ഭാഗമായി മേലെ പട്ടാമ്പിയിൽ അഴുക്കുചാലടഞ്ഞ് വെള്ളം കെട്ടിക്കിടന്നതോടെയാണ് പോലീസ് സ്റ്റേഷൻ വളപ്പിലെ കിണറിലെ വെള്ളം ഉപയോഗിക്കാൻ കഴിയാത്ത രീതിയിൽ മലിനമായത്. കഴിഞ്ഞ മാസം ഇവിടെ അഴുക്കുചാലിന് കുഴിയെടുത്തപ്പോൾ കറുത്ത നിറവും ദുർഗന്ധവും വമിക്കുന്ന വെള്ളമാണ് ഒഴുകിയിരുന്നത്. ആ സമയത്തും ഈ കിണർ മലിനമാവുകയും കിണർ വറ്റിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ വീണ്ടും സമാന സാഹചര്യം ഉണ്ടായതിനെ തുടർന്ന് പോലീസിന്റെ ആവശ്യപ്രകാരം ആരോഗ്യ വിഭാഗം പ്രദേശത്തെ അഴുക്കുചാൽ തുറന്നപ്പോൾ കക്കൂസ് മാലിന്യം ഉൾപ്പെടെ കലർന്ന മലിനജലം കെട്ടിക്കിടക്കുന്നത് കണ്ടെത്തി. മഴവെള്ളം ഒഴുകിപ്പോകേണ്ട അഴുക്കുചാലിലേക്ക് മാലിന്യം ഒഴുകുന്ന സ്ഥാപനങ്ങളെ കണ്ടെത്താൻ പരിശോധന നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല. ഏറെ ആശങ്കപ്പെടുന്ന സാഹചര്യം ഉടലെടുത്തതോടെയാണ് ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും നടപടിയിലേക്ക് കടന്നത്. മുഹമ്മദ് മുഹസിൻ എം.എൽ.എയുടെ നേതൃത്വത്തിൽ നഗരസഭ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥരും റോഡ് നിർമ്മാണ ചുമതലയുള്ള KRFB ഉദ്യോഗസ്ഥരും സ്ഥലത്ത് പരിശോധന നടത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. കിണർ മലിനമാവാനുള്ള കാരണം കണ്ടെത്താൻ മുഹമ്മദ് മുഹസിൻ എം.എൽ.എ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. ഇതോടൊപ്പം മലിനജലം കെട്ടിക്കിടക്കുന്ന സാഹചര്യം ഒഴിവാക്കാനും അഴുക്കുചാലുകളിലേക്ക് മാലിന്യം ഒഴുക്കുന്ന സ്ഥാപനങ്ങൾക്കെതിരെ നടപടിയെടുക്കാനുമാണ് തീരുമാനം. പട്ടാമ്പി പോലീസ് സ്റ്റേഷന്റെ കിണറ് മാലിന്യം വന്ന് ജലം അശുദ്ധമാകുന്ന പ്രശ്നം അത് നമ്മളെ ശ്രദ്ധയിൽപ്പെടുകയും അതിന്റെ ഭാഗമായിട്ടാണ് ഇന്നിപ്പോ ഇവിടെ വന്നത്. നമുക്കറിയാം, റോഡിന്റെ വർക്കിന്റെ ഭാഗമായി ഡ്രെയിനേജുകൾ പൊളിച്ചും ഘട്ടം ഘട്ടമായിട്ടാണല്ലോ ചെയ്യുന്നത്. അപ്പൊ ഡ്രെയിനേജ് പൊളിച്ച സ്ഥലങ്ങളിൽ നിന്ന് അതിൽ വന്ന ഈ മലിനജലമാണോ ഈ കിണറിലേക്ക് വന്നത് എന്നുള്ളതാണ് ഇപ്പൊ നമ്മൾ പരിശോധിക്കുന്നത്. അതാണ് എന്നുള്ള സംശയമാണ് പലരും പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് നഗരസഭയുടെ നമ്മുടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റും അതോടൊപ്പം KRFBയും ജോയിന്റ് ആയിട്ട് ഇൻസ്പെക്ട് ചെയ്തുകൊണ്ട് എവിടെ നിന്നാണ് ഈ മലിനജലം ഒഴുക്കി വിടുന്നത് എന്ന് പരിശോധിക്കുകയും അതിന് നഗരസഭ നടപടിയെടുക്കുന്നത് മാത്രമല്ല ആ പ്രശ്നങ്ങൾ സോൾവ് ചെയ്തുകൊണ്ട് തന്നെ ഡ്രെയിനേജ് നവീകരിച്ച് മുന്നോട്ട് പോകാനാണ് ഇപ്പൊ തീരുമാനിച്ചിട്ടുള്ളത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ റോഡിന്റെ വർക്ക് കമാനം മുതൽ അങ്ങോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ കഴിഞ്ഞ 2 പ്രളയം കഴിഞ്ഞതിന്റെ ഭാഗമായിട്ട് 1.5 മീറ്ററൊക്കെ ആഴത്തിൽ റോഡ് പൊളിക്കുന്ന സമയത്ത് അതിന്റെ താഴെയുള്ള മണ്ണ് ചില പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അത് കാരണം വർക്ക് കൂടുതൽ സമയം എടുക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രമല്ല, ടാർ ചെയ്ത് കഴിഞ്ഞാൽ വളരെ വേഗത്തിൽ ടാർ ചെയ്ത് കഴിഞ്ഞാൽ റോഡ് ഒന്നും കൂടെ സെറ്റിൽ ആയിട്ട് താഴേക്ക് ഇരിക്കാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതുകൊണ്ടാണ് ഇപ്പൊ ടാർ ചെയ്യാതെ വെയിറ്റ് ചെയ്യുന്നത്. കാരണം ആ ഭാഗത്തൊക്കെ തന്നെ മണ്ണ് എടുത്ത് മാറ്റുന്ന സമയത്ത് കൂടുതൽ കുഴഞ്ഞ മണ്ണാവുകയും കൂടുതൽ ആഴത്തിലേക്ക് അത് പോവുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ അത് ആ ഭാഗത്ത് ഒന്ന് കൃത്യമായി സെറ്റിലായി അത് കറക്റ്റ് ആയതിനു ശേഷം അവിടെ ടാർ ചെയ്യും. ആ ടാർ ചെയ്ത് കഴിഞ്ഞാൽ DBM ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഈ ഭാഗത്തെ ടൗൺ നവീകരണമാണ് നടക്കാൻ പോകുന്നത്. പക്ഷെ അതുവരെ കാത്തിരിക്കാതെ തന്നെ ഈ ഭാഗത്തുള്ള ഡ്രെയിനേജിന്റെ പ്രവർത്തനം ഇപ്പോൾ നടത്താൻ പോവുകയാണ്. ഡ്രെയിനേജ് കഴിയുമ്പോഴേക്കും അപ്പുറത്തെ റോഡ് ടാർ ചെയ്തും കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ഘട്ടം എന്ന് പറയുന്നത് മേലെ പട്ടാമ്പി ടൗണിന്റെ നവീകരണമാണ്. അപ്പൊ ആ നവീകരണത്തിന്റെ വിവിധങ്ങളായിട്ടുള്ള വർക്കുകൾ കൂടി ഇനി ബാക്കിയുണ്ട്, അതും കൂടി ചെയ്യും. എന്തായിരുന്നാലും ഇപ്പോ അടിയന്തരമായിട്ട് ഈ വെള്ളം എവിടുന്നാണ് വരുന്നതെന്നും ഈ കിണർ എന്തുകൊണ്ടാണ് ഇതിലേക്ക് മാലിന്യം വരുന്നത് എന്നുള്ളത് പരിശോധിക്കുകയും ആ പ്രശ്നം പരിഹരിക്കുകയും ചെയ്യാനുള്ള ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കും.